താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് 13-ാം ദിവസം. അതെ, പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ എന്താ സന്തോഷമില്ലെന്നോ? നിങ്ങൾക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾക്കുള്ളൊരു ശത്രു വിചാരിച്ചാൽ മതി. ആ ശത്രു നിങ്ങളെ വല്ലാതെ പേടിപ്പിക്കുക. ആ ശത്രുവിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾ പേടിക്കും. അതുകൊണ്ട് ആ ശത്രു വരുന്ന വഴിയിൽ കൂടെ നിങ്ങൾ പോകത്തില്ല. ആ ശത്രു എങ്ങാനും വരുന്നുണ്ടെങ്കിൽ ഒളിച്ചിരിക്കും. അങ്ങനെയുള്ളൊരു ശത്രു നിങ്ങളെ കണ്ട് ഭയപ്പെടുന്നു, നിങ്ങളെ കണ്ട് വഴിമാറി നടക്കുന്നു. തീർന്നില്ല. ഭയപ്പെട്ടിട്ട് എന്തു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊന്നും അറിയാത്തൊരു വെപ്രാളം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? പിശാചിനെ പേടിച്ചിട്ട്, അവൻ്റെ പ്രവൃത്തികളെ പേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, കരയണമോ എന്നറിയത്തില്ല, തലയിട്ട് ചുമരിൽ അടിക്കണമോ എന്നറിയത്തില്ല, തലയിൽ കൈകൊണ്ട് അടിക്കണമോ എന്നറിയത്തില്ല, നെഞ്ചത്തടിക്കണമോ എന്നറിയത്തില്ല, ഒപ്പമുള്ളവരെ ശപിക്കണമോ എന്നറിയത്തില്ല, പ്രാകണമോ എന്നറിയത്തില്ല. യോബിൻ്റെ ഭാഷയിൽ പറഞ്ഞ ജന്മദിവസത്തെ പോലും ശപിക്കുന്ന ആ ഭ്രാന്ത് പിടിച്ച അവസ്ഥ. കൈ കിട്ടുന്നതെല്ലാം വലിച്ചെറിയും. ആശ്വസിപ്പിക്കാൻ വരുന്നവരെ കൂടെ ഉപദ്രവിക്കും. പിശാചിൻ്റെ പ്രവൃത്തിയിൽ പേടിച്ച് എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. അതേപോലെ നിങ്ങളെ പിശാച് പേടിക്കുക മാത്രമല്ല, അതേപോലെ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ പിശാചായിരിക്കുന്നു. അപ്പോൾ സന്തോഷിക്കണ്ടേ? അതെ, ഞാൻ സന്തോഷിക്കുക. കാരണം ഉപവാസം തീരുമാനിച്ചത് മുതൽ ഞാൻ അറിയുന്നുണ്ട് പിശാചിൻ്റെ ഈ വെപ്രാളം, ഈ പരാക്രമം. ഈ ഉപവാസത്തിൽ മാത്രമല്ല, ഓരോ ഉപവാസങ്ങൾ ക്രമീകരിച്ചായിരിക്കുമ്പോഴും, പ്രത്യേകിച്ച് 21 ദിവസത്തെ ഉപവാസം പ്രാർത്ഥന, ജനുവരിയിൽ ഫുൾ മന്ത് ഫാസ്റ്റിംഗ് പ്രയർ, അതിലൊക്കെ പിശാചിൻ്റെ വെപ്രാളങ്ങൾ ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം നേരത്തെ തന്നെ തുടങ്ങി. ഉപവാസം തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തിയ ഉടനെ ചർച്ചിലെ സൗണ്ട് സിസ്റ്റം, സ്പീക്കർ സിസ്റ്റം കംപ്ലൈൻ്റ് ആയി. പെട്ടെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എന്ത് ചെയ്യണം? ഒന്നിനും പറ്റാത്ത അവസ്ഥ. എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. അപ്പോൾ നിങ്ങളിൽ പലരും ചോദിച്ചേക്കും, ദേവദാസനെ, അപ്പോൾ പിശാചല്ലേ ജയിച്ചത്? പിശാച് ജയിച്ചതല്ല. പിശാചിൻ്റെ പരാക്രമ, വെപ്രാളമാ. കാരണം പിശാചിനറിയാം അവിടെ സ്പീക്കർ സിസ്റ്റത്തിന് എന്തെങ്കിലും വന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കവും വരത്തില്ല, ഉപവാസത്തിനൊരു മുടക്കവും വരത്തില്ല. പിന്നെ ഒന്ന് കളിച്ചു നോക്കുന്നതാ. യെസ്, യേശുവിൻ നാമത്തിൽ ഒന്ന് കളിച്ചു നോക്കുന്നതാ. തീർന്നില്ല. ഉപവാസം തുടങ്ങി 4 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് കടുത്ത പനി. ഒരു ദിവസമായി കയ്യിലുണ്ടായിരുന്ന മരുന്നൊക്കെ കൊടുത്തു. 2-ാമത്തെ ദിവസമായി കുറവില്ല, ഡോക്ടറെ കാണിച്ചു. 3-ാമത്തെ ദിവസമായി കുറവില്ല. 4-ാമത്തെ ദിവസമായപ്പോൾ തീ പോലെ പൊള്ളുകയാണ്. വീട്ടിൽ വെച്ച് ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 102 ഉണ്ട്. വീണ്ടും മരുന്ന് കൊടുത്തു. നേരെ പ്രയറിലേക്ക് കടന്നുപോയി. ഉപവാസത്തോടെ ആയിരിക്കുന്നു. ഒപ്പമായിരിക്കുന്നവരൊക്കെ ഈ കുഞ്ഞിൻ്റെ പനി കണ്ടിട്ട് പേടിക്കുവാൻ തുടങ്ങി. അയ്യോ ദേവദാസനെ, നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയിക്കോ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് സങ്കടമുണ്ട്, പക്ഷേ ഈ പിശാചിനെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിഴിച്ച് ഓടത്തില്ല. കാരണം ഇവനെ ദൈവം തന്നതാ. സാക്ഷ്യം നിങ്ങൾക്കറിയാവുന്നുള്ളതല്ലേ, ഇളയ കുഞ്ഞിൻ്റെ കാര്യമാണ്. അവനെ ദൈവം തന്നതാ. വികലാംഗനാക്കുമെന്ന് വാദിച്ച ശത്രുവിന് മുൻപിൽ ദൈവം ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് അവനെ തന്നു എങ്കിൽ അവൻ്റെ സന്നിധിയിൽ, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ഞങ്ങളായിരിക്കുമ്പോൾ അവനെ ശത്രുവിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു ഭവന മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. ആശുപത്രിയിൽ കൊണ്ടുപോയി. കേൾക്കണമേ, ഞാൻ പറഞ്ഞ ശത്രുവിൻ്റെ വെപ്രാളം. അവിടെ പോയപ്പോൾ ഡോക്ടർ പറയുക, ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന മരുന്നിൻ്റെ അളവ് കുറവാണ്. ആ അളവ് വെച്ച് ഈ കുഞ്ഞിന് എത്ര മരുന്ന് കൊടുത്താലും കാര്യമില്ല. ഞങ്ങൾ 1-ാം മാസം ഡോക്ടർ പറഞ്ഞു തന്ന മരുന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത്, ആ അളവ്. ഇപ്പോൾ അതിൻ്റെ ഒരു 4 ഇരട്ടി മരുന്ന് കൊടുക്കണം. ഒരു നേരം അവിടെ വെച്ച് തന്നെ ഡോക്ടർ മരുന്ന് കൊടുത്തു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് ആൾ വീട്ടിൽ പോന്നു. കണ്ടോ പിശാചിൻ്റെ വെപ്രാളമാണ്. എങ്ങനെയെങ്കിലും പൊളിക്കണം, എങ്ങനെയെങ്കിലും ഓടിപ്പിക്കണം, ഇവനെയൊക്കെ എഴുന്നേൽപ്പിച്ച് ഓടിപ്പിക്കണം. ഇവൻ പ്രാർത്ഥിക്കരുത്, ഇവൻ ഉപവസിക്കരുതെങ്കിൽ ഞങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഇളകും, ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന കൊത്തളങ്ങൾ തകരും, അതിനകത്ത് ഞങ്ങൾ ബന്ധിച്ചിരിക്കുന്നവർ പുറത്തു വരും. തീർന്നില്ല. ഇന്നായപ്പോൾ വയറിംഗ് സിസ്റ്റം മുഴുവൻ കംപ്ലൈൻറ്റാണ്. ജനറേറ്റർ വെച്ചിട്ടാ പ്രെയർ കൊണ്ടുപോകാൻ പറ്റിയേ. അപ്പോൾ പിശാചായവൻ എന്തുമാത്രം ഭയപ്പെടുന്നു. സ്തോത്രം. അത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ? എന്നെ ഭയപ്പെടുത്തിയ പിശാച് എന്നെ ഭയപ്പെടുവാൻ തുടങ്ങിയിരിക്കുന്നു. അതേ പ്രിയരെ,
നിങ്ങളെ ഭയപ്പെടുത്തിയ പിശാച്, ഇന്നലകളിൽ നിങ്ങളെ ഭയപ്പെടുത്തിയ, നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുമായിരുന്ന പലതും ചെയ്യുവാൻ കഴിയാതെ പേടിച്ചൊളിക്കുമാറാക്കിയ ആ പിശാച് നിങ്ങളെ കണ്ട് ഭയപ്പെടുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ ആമേൻ. ഭയപ്പെടുന്ന പിശാചിനറിയാം എൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു. ഓ സ്തോത്രം. പിശാചിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടുക, അവൻ കെട്ടി ഉയർത്തിയ കോട്ടകൊത്തളങ്ങൾ തകർക്കപ്പെടുക. നിങ്ങൾ പുറത്തു വരാതെ, നന്മ പ്രാപിക്കാതെ, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഇടവരാതെ വണ്ണം അവൻ കെട്ടി ഉയർത്തിയ കോട്ടകൊത്തളങ്ങൾ, ആ അടിസ്ഥാനങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പൊട്ടിപ്പോകും. ഇപ്പോൾ അത് തകർക്കപ്പെടുന്ന കൃപയ്ക്കായി ആമേൻ. അടിസ്ഥാനങ്ങൾ ഇളകുമ്പോൾ പിശാചിന് വെപ്രാളം കൂടുമ്പോൾ പിശാച് എന്ത് ചെയ്യും? അപ്പോൾ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ഇതുവരെ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും തുടങ്ങിയിട്ടില്ലാത്തവർ ഇന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുക. ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ഉപവസിക്കും, എന്നെ ഭയപ്പെടുത്തുന്ന പിശാചിനെ ഞാൻ ഭയപ്പെടുത്തും. ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നു, കോൺടാക്റ്റ് പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങളുടെ ഒരു വിഷയത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രയർ ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നേ. ആ പിശാച് അവൻ കെട്ടി ഉയർത്തിയ കോട്ടകൊത്തളങ്ങളെയും നമുക്ക് ഒരുമിച്ച് തകർക്കാം. 2 വർഷങ്ങൾക്ക് മുമ്പ് പ്രൈസർ ഫാമിലിയിലേക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി. ആ സഹോദരി വളരെ വേദനയോടെ പറഞ്ഞൊരു കാര്യം ഇതാണ്: ദൈവദാസനെ, ഞാൻ പ്രാർത്ഥിച്ച് ദൈവാലോചന കേട്ട് വിദേശ രാജ്യത്ത്, അവർ അന്ന് ഒരു ഗൾഫ് രാജ്യത്തിലായിരിക്കുന്നു, അവിടേക്ക് ഒരു ജോലിക്കായി കടന്നു വന്നു. പറഞ്ഞ് ഞാൻ കേട്ട് സ്വപ്നം കണ്ട് വന്ന ജോലി അല്ല കിട്ടിയത്, ഒരു ചെറിയ ജോലി എന്ന് പറഞ്ഞാൽ ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്: വാടക കൊടുത്താൽ, റൂമിൻ്റെ റെൻറ്റ് കൊടുത്താൽ ആഹാരത്തിന് തികയത്തില്ല, ആഹാരത്തിനെടുത്താൽ റൂമിൻ്റെ റെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കഷ്ടമറിയാമല്ലോ. അങ്ങനെ 9 മാസം വല്ലാതെ ഞെരുങ്ങി. നാട്ടിൽ നിന്ന് പലിശയ്ക്കൊക്കെ വാങ്ങിച്ച പോയി, കൈവായ്പ വാങ്ങിയും ഉണ്ടായിരുന്നതെല്ലാം ഒക്കെ നുള്ളിപ്പറക്കി കൊടുത്തിട്ടാണ് പോയത്. നല്ല ജോലിയാണ്, അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് പോയതാണ്. ഞെരുങ്ങി ആ സഹോദരി പറയുക, ഇനി വയ്യ. ഞെരുക്കത്തോടൊപ്പം ആ സഹോദരി വല്ലാതെ വേദനിപ്പിച്ചത് ഈ അവസ്ഥയിൽ തൻ്റെ ഭർത്താവില്ല, 2 കുഞ്ഞുമക്കളാണ്, അവരില്ല, ഒറ്റയ്ക്കായി പോവുകയാണ്. പലപ്പോഴും ഞെരുക്കം അങ്ങനെ അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു ഞെരുക്കം കടന്നു വരുമ്പോൾ, ഒരു ഇല്ലായ്മ കടന്നു വരുമ്പോൾ ഒപ്പം ആരും കാണത്തില്ല. കാരണം പലതായിരിക്കാം. ചിലപ്പോൾ അവർക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിൽക്കുവാൻ കഴിയാത്തതായിരിക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മുടെ ഇല്ലായ്മയിൽ എന്തിനു കൂടെ നിന്ന് ആ കഷ്ടത അവർ പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ച് മാറിപ്പോകുന്നതായിരിക്കും. എന്തായാലും ഞെരുക്കത്തിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകും അല്ലേ സഹോദരി? ആ ഞെരുക്കം വന്നപ്പോൾ, ആ ഇല്ലായ്മ വന്നപ്പോൾ, കൈനിറയെ ഉണ്ടായിരുന്നപ്പോൾ, നല്ല ജോലിയും ശമ്പളവും എല്ലാം ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ സഹോദര, ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒറ്റയ്ക്കാണ്. അത് വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്, അത് വല്ലാതെ വേദനപ്പെടുത്തുന്നുണ്ട് അല്ലേ? മാതാവേ, പിതാവേ, മുമ്പൊക്കെ എപ്പോഴും വീട്ടിനകത്ത് ആളാണ്, ചോദിക്കാതെ തന്നെ കൊടുക്കാനുണ്ടായിരുന്നു, എന്തും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു അല്ലേ ശുശ്രൂഷക ഉണ്ടായിരുന്നപ്പോൾ? പക്ഷെ ഇപ്പോൾ വല്ലാത്ത സങ്കടമല്ലേ? അതെ, ആ സഹോദരി അങ്ങനെ തന്നെ, നിങ്ങളെപ്പോലെ വല്ലാതെ സങ്കടം. ആ സഹോദരി പറഞ്ഞ, ദേവദാസനെ, എനിക്കിനി പിടിച്ചേൽക്കാൻ വയ്യ, വീട്ടിൽ പോയി പിള്ളേരെയും കണ്ട് ഭർത്താവിനൊപ്പം വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം, എനിക്കിനി നിൽക്കാൻ വയ്യ, എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം, നിങ്ങൾ പ്രാർത്ഥിക്കുക, എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം. ഞാൻ പറഞ്ഞു, സഹോദരി, നീ വാക്തത്വം കേട്ട് പോയവളാ, ദൈവാലോചന കേട്ട് പോയവളാ. നീ പിശാചിൻ്റെ തന്ത്രം കണ്ട് പേടിച്ചോടാൻ നിന്നാൽ ജയിക്കുന്നത് പിശാചാകത്തില്ലേ? ആ സഹോദരി പറഞ്ഞു, ദേവദാസനെ, നിങ്ങൾ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്, എനിക്ക് പോകണം, എന്തെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ച് എന്തെങ്കിലും ചെയ്യുക. ഞാൻ പിന്നെയും സംസാരിക്കുവാനായി തുടങ്ങി. ഒത്തിരി നേരം സംസാരിച്ചു. പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ആ സഹോദരിയോട് വിശദമായി തന്നെ ഞങ്ങളുടെ ജീവിതവും, ഞങ്ങളറിയുന്ന ഒത്തിരി പേരുടെ ജീവിതവും ഇപ്പോൾ നിങ്ങളുമായ ആ സഹോദരിയുടെ ജീവിതം പങ്കുവയ്ക്കുന്നത് പോലെ പങ്കുവച്ച് പറഞ്ഞു കൊടുത്തു. ഇത് പിശാചിൻ്റെ തന്ത്രമാണ്, പിശാച് ഭയപ്പെടുന്നുണ്ട്, നിൻ്റെ ജീവിതം മാറും, നിൻ്റെ അവസ്ഥ മാറും, നീ ഒന്നുമില്ലാത്തവളായി കടക്കാരിയായി നാട്ടിൽ കിടക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ ഓടിക്കുവാനുള്ള പിശാചിൻ്റെ തന്ത്രമാണ്. ആമേൻ. നീ അവിടെ തുടരരുത്, പിശാചിൻ്റെ തന്ത്രവതാ, നീ അതിൽ വീണു പോകരുത്. അവസാനം ആ സഹോദരി സമ്മതിച്ചു. ആ സഹോദരി പറഞ്ഞു, ദേവദാസനെ, നിങ്ങൾക്കൊപ്പം ഞാൻ ഉപവസിക്കാം, പ്രാർത്ഥിക്കാം, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞു, തീർച്ചയായും സഹോദരി, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും, സന്തോഷത്തോടെ പറയട്ടെ. ഈ ദിവസങ്ങളിൽ ആ സഹോദരി ഒരു യൂറോപ്യൻ കൺട്രീസിലായിരിക്കുന്നു, UK ആ സഹോദരി. ഒപ്പം ആ സഹോദരിയുടെ ഭർത്താവുണ്ട്, ആ സഹോദരിയുടെ 2 മക്കളുമുണ്ട്, ആ സഹോദരിയുടെ ഭർത്താവുണ്ട്, 2 മക്കളുമുണ്ട്. ഞെരുക്കം മാറി,
വിശാലത വന്നു എന്ന് മാത്രമല്ല, അറബ് നാട്ടിലെ ഞെരുക്കം മാറി യൂറോപ്യൻ രാജ്യത്തെ വിശാലത വന്നു എന്ന് മാത്രമല്ല, ഒപ്പം മക്കളുമുണ്ട്, ഭർത്താവുമുണ്ട്. ഒപ്പം മക്കളുമുണ്ട്, ഭർത്താവുമുണ്ട്. അതെ ദൂത, ആ ഞെരുക്കം മാറുമ്പോൾ നിന്റെ പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ നിനക്കൊപ്പം ഉണ്ടാകും. യേശുവിൻ നാമത്തിൽ ചില ഇല്ലായ്മകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ചില ശൂന്യതയുടെ അവസ്ഥകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ഇങ്ങനെ പറഞ്ഞ എങ്ങനെ വിശ്വസിക്കുന്നു? ശരിയാ, അപ്പോൾ സാക്ഷ്യം മാത്രം പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ലല്ലോ. നോക്കിയേ, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. ഈ സംഭവം നിങ്ങൾക്കറിയാമല്ലോ, ഏലിയാവ് എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ശക്തനായ പ്രവാചകൻ. അപ്പോൾ ഈ പ്രവാചകൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് കെരീത്ത് എന്ന് പറയുന്ന തോട്ടിൻ്റെ കരയിൽ പോയിരിക്കുക. അപ്പോൾ ദൈവം പറഞ്ഞു, നീ തോട്ടം കരയിൽ പോയിരുന്നോ, ഞാനല്ലേ നിന്നെ പറഞ്ഞു വിടുന്നേ. അവിടെ നിനക്ക് വേണ്ടി കാക്ക ഇറച്ചി കൊണ്ടുവരും, അപ്പം കൊണ്ടുവരും, നീ അപ്പം തിന്നണം, ഇറച്ചിയും തിന്നണം, തോട്ടിലെ വെള്ളവും കുടിച്ച് സുഖമായിട്ട് അങ്ങിരുന്നോ. അത്ര സുഖമൊന്നും അല്ല, എങ്കിലും നീ അവിടെ പോയിരുന്നോ. കർത്താവിൻ്റെ വാക്ക് കേട്ടു ഏലിയാവ് പോയി. കൃത്യസമയത്ത്, കർത്താവ് പറഞ്ഞാൽ അങ്ങനെ, കൃത്യസമയത്ത് കാക്ക അപ്പവുമായി വരും. അത് കഴിയുമ്പോൾ ഇറച്ചിയുമായിട്ട് വരും. തോട്ടിലാണ് വെള്ളവുമുണ്ട്. സുഖം. കുറച്ച് പരാധീനതകളും പരിമിതികളും ഒക്കെ ഉണ്ട്, എങ്കിലും സുഖം. പരാധീനത എന്താ? കാക്കയാണ് കൊണ്ടുവരുന്നത്. കാക്ക എത്ര കൊണ്ടുവരും? കുറച്ചേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞില്ലേ, ഇല്ലായ്മ, ഞെരുക്കം കുറച്ചേ ഉള്ളൂ. ഒപ്പം മറ്റൊരു പരിമിതിയുണ്ട്, എന്താ? ഒറ്റയ്ക്കാണ്. അതാ സംഭവം. ഇല്ലായ്മ, ഒപ്പം ഒറ്റപ്പെടലും, ഞെരുക്കവും ഒറ്റപ്പെടലും. അങ്ങനെ ആ ഒറ്റപ്പെടലൊക്കെ സഹിച്ച് ഈ കാക്ക കൊണ്ടുവരുന്ന കാക്കയുടെ ചുണ്ടിലിരിക്കുന്നത് തിന്ന് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തോട്ടിൽ വെള്ളം കാണാനില്ല. അയ്യോ, എന്തൊരവസ്ഥയാ അല്ലേ സഹോദര. ഉള്ള ജോലിയുണ്ട്, ഒരുവിധം തള്ളി നീക്കി കാര്യങ്ങളൊക്കെ അങ്ങ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാ. മറിച്ചും തിരിച്ചും ജോലിയുടെ പിൻബലത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയതാ. പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു, പെട്ടെന്ന് ജോലിയില്ലാതായ അവസ്ഥ, പെട്ടെന്ന് ആ വഴി അടഞ്ഞു പോയി, പെട്ടെന്ന് അയ്യോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാ. പുള്ളിക്കൽപ്പം ദേഷ്യവും മുൻചുണ്ടിയും ഒക്കെ ഉണ്ട്, എങ്കിലും ഭർത്താവ് വീട്ടിൽ വരും, കാര്യങ്ങളൊക്കെ നോക്കും. ഇപ്പോൾ വീട്ടിൽ വരുന്നില്ല, കാര്യം നോക്കുന്നില്ല. അയ്യോ, ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും, പക്ഷെ എൻ്റെ ഭാര്യ വീട്ടിലുണ്ട്. പിണങ്ങിയാലും ഞങ്ങൾക്ക് ഇണക്കാനൊക്കെ, പിണങ്ങിയാലും ഞാൻ ഇണക്കയൊക്കെ ചെയ്യും, പിണങ്ങിയാലും അതൊക്കെ അങ്ങ് മാറി ഞങ്ങൾ വീണ്ടും പഴയ പോലെ ആവും. പക്ഷേ ഇപ്പോൾ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞു പോയതാ, വരുന്നില്ല. ജോലി വീട്ടിൽ പോയതിന് ശേഷം എന്തോ ഒരു വല്ലാത്ത അവസ്ഥയാ അല്ലേ. വലിയ റാങ്ക് പ്രതീക്ഷയൊന്നുമില്ല, ഒരുവിധം ജയിക്കുമെന്ന് കരുതിയ പിള്ളേരാ, പക്ഷേ പരാജയപ്പെട്ടു പോയി. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുമെന്ന് കരുതിയതാ, പക്ഷേ ഒരിടത്തും എത്താത്ത വീട്ടിനകത്ത്. നോക്കിയേ, ഇതൊരു കഷ്ടമാണ്. പറയുന്നത് കേട്ട് നിന്നിരുന്നെങ്കിൽ എവിടെയെങ്കിലും കയറ്റിവിടാമെന്ന് ആഗ്രഹിച്ചതാ, പക്ഷേ ഇപ്പോൾ പുറത്തേക്കാ പോക്ക്. ലോകപ്രകാരം ജീവിച്ച് കൂട്ടുകെട്ടുകളാൽ പിടിക്കപ്പെട്ട് ലോകമനുഷ്യർ ചെയ്യുവാൻ അറയ്ക്കുന്ന പലതും ചെയ്ത് മാതാവ് എന്നിൻ്റെ തലമുറയെക്കുറിച്ച് പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതും ചെയ്തു മദ്യത്തിനും മയക്കുമരുന്നിലും ലഹരികളിലും പിടിക്കപ്പെട്ട് അയ്യോ പെട്ടെന്ന് എല്ലാം കയ്യിന്ന് പോയി. സുഖമായി വന്നതാ. ഡോക്ടർ പറഞ്ഞ അടുത്ത മാസത്തോടെ മരുന്നൊക്കെ നിർത്താം, ഇനി പഴയതുപോലെ ജോലിക്കൊക്കെ പോകാം. പെട്ടെന്ന് എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥ, കിടപ്പിലായി, രോഗം മൂർച്ഛിച്ചു. വീണ്ടും വളർച്ച, വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. രോഗത്തിലൊന്നും ശരിയാക്കിക്കൊണ്ട് വരുന്നതാ. പ്രാർത്ഥിച്ച് പെട്ടെന്ന് പ്രാർത്ഥന തന്നെ നഷ്ടപ്പെട്ടു പോയി. ആ ബിസിനസ് കടം വാങ്ങിച്ച് പലിശയ്ക്കെടുത്തുമൊക്കെ ഒന്ന് പച്ച പിടിപ്പിച്ച് കൊണ്ടുവരുന്നതാ, പോയി. കട അടച്ചിടേണ്ട അവസ്ഥ, ആ സ്ഥാപനം പൂട്ടിയിടേണ്ട അവസ്ഥ, കടത്തിന്മേൽ കടം കയറുന്നു, എല്ലാം തീർന്നു പോകുന്ന, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോകുന്ന, ഞെരുങ്ങി വല്ലാത്തൊരവസ്ഥ. ഒപ്പം നിൽക്കുവാൻ ആരുമില്ലാത്ത.
ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒപ്പം നിൽക്കുവാൻ ആരുമില്ല, ഒറ്റയ്ക്കാണ്. ഞെരുക്കം, അതിൻ്റെ ഒരു ഭയാനകത. ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല, സങ്കടം പറയുവാൻ ആരുമില്ല. ആര് കേൾക്കാനല്ലേ? നമ്മുടെ സങ്കടം നമ്മുടെ മാത്രമോ? തീർന്നോ? എന്തിനാ പെട്ടെന്ന് തോട് പറ്റിയേ? എന്തിനാ പെട്ടെന്നൊരു പ്രതിസന്ധി എലിയാവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നേ? തോട് പറ്റിച്ച് പിശാചപ്പുറത്ത് നോക്കി നിൽപ്പുണ്ട്. ഇവനൊന്ന് എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ സ്തോത്രം. തോട് പറ്റിയത് ഏലിയാവ് കണ്ട സമയം തൊട്ട് പിശാച് അവിടെ നിന്ന് പോയെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. കാരണം പിശാചിനറിയാം, ഏലിയാവ് അവിടെ നിന്ന് പോയില്ലെങ്കിൽ ഏലിയാവ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. ആ ദൈവത്തിൻ്റെ ശബ്ദം അവനെ ഞെരുക്കത്തെ മാറ്റുന്ന വിശാലതയിലേക്ക് കൊണ്ടുചെല്ലും. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിശാച് പലതും ഇല്ലാതാക്കി പെട്ടെന്ന് നിന്റെ ജീവിതത്തിൽ ഞെരുക്കവും പ്രതിസന്ധികളും ഒറ്റപ്പെടലും സമ്മാനിച്ച് നിന്നെ എഴുന്നേൽപ്പിച്ച് ഓടിക്കുവാൻ നോക്കുകയാ. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, ആത്മീയ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകരുത്. പലരും വച്ച് മതിയാക്കാൻ വേണ്ടി കർത്താവിന് നിന്നോട് സംസാരിക്കുവാനുണ്ട്. നിന്റെ അടുത്ത ലെവലിനെ കുറിച്ച് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുക. എന്താ കർത്താവ് ഏലിയാവിനോട് പറയാം, ഏലിയാവേ നീ അവിടെ നിന്ന് എഴുന്നേറ്റ്, എന്തായാലും പിശാച് തോട് പറ്റിച്ചല്ലോ, ഇനി നീ അവിടെ സമയം ചിലവഴിക്കേണ്ടത്. ഓക്കെ, 14 വരുമ്പോൾ യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ദൈവം ഏലിയാവിനോട് പറയുക, ഏലിയാവേ ഇനി കാക്കയുടെ ചുണ്ടിലെ ആ ഞെരുക്കത്തിൻ്റെ സീസൺ തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, ആ ഞെരുക്കത്തിൻ്റെ സീസൺ തീർന്നു. യെസ്, യേശുവിൻ നാമത്തിൽ ആ ഞെരുക്കത്തിൻ്റെ സീസൺ തീർന്നു. ഏലിയാവും കാക്കയും തോടും റൊട്ടീനായ ആ പഴകിയ സ്തോത്രം, ആ ഒറ്റപ്പെടലിൻ്റെ, ആ ഒറ്റയ്ക്കാകലിൻ്റെ അവസ്ഥ മാറുക. നോക്കൂ, ഞെരുക്കം മാറിയപ്പോൾ അവിടേക്ക് ഒരു വിധവ വരുന്നു, വിധവയുടെ മകൻ വരുന്നു, ഒരു ഭവനത്തിൻ്റെ സുരക്ഷിതത്വം വരുന്നു. യെസ് ദൂത, ചില ഞെരുക്കം മാറുമ്പോൾ ചിലർക്കൊക്കെ ഭവനം ഉണ്ടാകുവാൻ പോകുക, കുടുംബങ്ങൾ ഉണ്ടാകുവാൻ പോകുക. ആമേൻ. തകർന്ന ചില കുടുംബങ്ങളെ കർത്താവ് പണിയിക്കുവാൻ പോകുക. ആ ഞെരുക്കത്തെ മാറ്റി സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം ഇനി അലച്ചിലില്ല. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇനി അലച്ചിലില്ല. ഞെരുക്കത്തിന് അറുതി വരുത്തി സുരക്ഷിതത്വത്തിൻ്റെ തണലൊരുക്കിയ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഏലിയാവിന് ആളുണ്ട്. നിന്റെ സങ്കടം പറയുവാൻ, നിന്റെ സന്തോഷം പറയുവാൻ, നിനക്കൊപ്പം സഹോദരി സഹോദര, നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ. യെസ്, യേശുവിൻ നാമത്തിൽ മിണ്ടിയും പറഞ്ഞു വിരിക്കുവാൻ നിന്റെ കുടുംബം. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അത് തകർന്നു പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. യെസ്, ആ പിശാചിനെ കണ്ട് എഴുന്നേറ്റ് ഓടല്ലേ, അവൻ്റെ പ്രവൃത്തി കണ്ട് എഴുന്നേറ്റ് ഓടല്ലേ സഹോദര. ഞാൻ ഞെരുക്കം തീരുകയാ. ആമേൻ. ആ ഒറ്റപ്പെടലിൻ്റെ അനുഭവം മാറുക. നീ ആഗ്രഹിക്കുന്ന പോലെ ഒരുമിച്ച് കുടുംബം ഒന്നിച്ച് ഒരുമിച്ച് ആ രാജ്യത്ത് താമസിക്കുവാൻ തക്കവണ്ണം കർത്താവ് വഴികളെ തുറക്കുക. യെസ്, വിശാലത നിന്നെ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോവുക. ദൂതാണേ. യെസ്, യേശുവിൻ നാമത്തിൽ ഒരു അറബ് രാജ്യത്തിൽ നിന്നും യൂറോപ്യൻ കൺട്രീസിലേക്ക് ആമേൻ വിശാലത, കുടുംബമായി ഒരുമിച്ച് വിശ്വസിക്കുന്നവർ ആമേൻ പറ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. മാതാവേ, പിതാവേ, മക്കളുടെ ജീവിതത്തിലൊരു വിശാലത നീ ആഗ്രഹിച്ചതാണോ, നീ പ്രതീക്ഷിച്ചതാണോ എനിക്കറിയത്തില്ല. അതിലപ്പുറം നിന്റെ സ്വപ്നത്തിലെത്താത്തത് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുക. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ എൻ്റെ കർത്താവ് തുറക്കുവാൻ പോകുക. യെസ്, എഴുന്നേറ്റ് പോകരുത്, പ്രാർത്ഥന നിർത്തരുത്. നിന്റെ തലമുറകൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. അഡ്മിഷൻ ലഭിക്കുവാൻ പോകുക, അവർ ജയിക്കുക. യെസ്, ആ പരാജയം മാറിപ്പോകുക, ആ ഇല്ലായ്മയും സ്തോത്രം തലമുറകളുടെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഇല്ലായ്മ മാറിപ്പോകുക, ആ ഞെരുക്കം മാറുക, തലമുറകൾ മുഖാന്തരം നീ ആയിരിക്കുന്ന ഞെരുക്കത്തിൻ്റെ അവസ്ഥ മാറുക, വിശാലത വെളിപ്പെടുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ ഒരു വരുമാനം കൊണ്ട്, നിന്റെ ഭർത്താവിൻ്റെ മാത്രം വരുമാനം കൊണ്ട് എങ്ങനെയെന്ന് ചിന്തിച്ചായിരിക്കുന്നു മക്കളുടെ കൂടെ വരുമാനം, ഉറവകൾ 1 അല്ല 2 അല്ല 3 ഉറവകൾ നിന്റെ ഭവനത്തിലേക്ക്. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. വർധനവുണ്ടാകിയ സ്തോത്രം. ദിവസനിൽ ഇരിക്കുന്നവൻ്റെ ജീവിതത്തിൽ, പിശാചിനെ കണ്ട് പേടിച്ച് എഴുന്നേറ്റ് പോകാത്തവൻ്റെ ജീവിതത്തിൽ വർധനവ്.
യെസ്, വർധനവ്, നിൻ്റെ കുടുംബത്തിനകത്ത് വർധനവ്, എണ്ണം വർദ്ധിക്കുവാൻ പോകുക. സ്തോത്രം. ആ വിവാഹം നടക്കുക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഉദരഫലം ജനിക്കുവാൻ പോകുക. വർധനവ് നൽകി കർത്താവ് മാനിക്കുവാൻ പോകുക. അപ്പോൾ നോക്കിയേ, ഞെരുക്കം മാറിയപ്പോൾ എന്തു സംഭവിച്ചു? ഒറ്റപ്പെടലും മാറി. ആമേൻ. അപ്പോൾ പിശാച് പേടിക്കുന്നുണ്ട് കേട്ടോ. തോടും പറ്റിച്ചിട്ട് പിശാച് കൊതിയോടെ നിന്നു. ഇവനൊന്ന് പോയിരുന്നെങ്കിൽ ഇവൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയില്ലായിരുന്നു, ഇവൻ ആ വിശാലത അനുഭവിക്കുകയുമില്ലായിരുന്നു. എഴുന്നേറ്റ് പോകരുതേ. ഞെരുക്കി ഒരിടത്ത് കൊണ്ട് നിർത്തിയിട്ട് പിശാചപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. ദൈവം വരുന്നു മുമ്പേ, ദൈവം അവനോട് സംസാരിക്കും മുമ്പേ, ഇവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വിശാലതയിലേക്ക് അവൻ കാൽ വയ്ക്കും മുമ്പേ, ആ വിശാലതയെക്കുറിച്ച് അവൻ അറിയുന്ന മുമ്പേ എഴുന്നേറ്റ് പോയിരുന്നെങ്കിലെന്ന്. എഴുന്നേറ്റ് പോകരുതേ. ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുകയും ഈ 21 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ആ വിശാലതയിലേക്ക്, ആ ഞെരുക്കം മാറ്റുന്ന, ഒറ്റപ്പെടൽ മാറ്റുന്ന, ഇല്ലായ്മ മാറ്റുന്ന, കണ്ണുനീരും നിരാശയും വേദനയും മാറ്റുന്ന ആ വിശാലതയിലേക്ക് നിങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ പോകുക. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ പ്രൈസർ ഫാമിലിയുമായി നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ, ബാധിക്കപ്പെട്ട ഒത്തിരി പേരെ ചേർത്ത് നിർത്തുക. നമ്മുടെ ലൈവ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ലൈവിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ല, നേരിട്ട് കടന്നു വരുവാൻ താല്പര്യമുള്ളവർ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഞെരുക്കം മാറ്റി വിശാലത നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന, ഒറ്റപ്പെടൽ മാറുന്ന ആ അത്ഭുതത്തെ നിങ്ങൾക്ക് അനുഭവിക്കുവാനായി കഴിയും. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാതെ ആയിരിക്കുന്നുവെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ പോകുന്നില്ല എങ്കിൽ നേരിട്ട് പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന കണ്ടടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ പകലിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇന്ന് പകലിലും ആ ഞെരുക്കം മാറി വിശാലതയുടെ അനുഭവം വെളിപ്പെട്ട കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഭയപ്പെടുത്തിയ പിശാച് ഞങ്ങളെ കണ്ട് ഭയം ഓടുന്ന കൃപയ്ക്ക് യേശുവിൻ നാമത്തിൽ തൊഴിലിടത്തിൽ ആ വിശാലതയുടെ അനുഭവം വെളിപ്പെടട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ജോലികളെ നൽകി ഇവരെ അങ്ങ് മാനിച്ചോട്ടെ. എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ, എല്ലാ ഇല്ലായ്മകളും മാറട്ടെ, തൊഴിലില്ലായ്മ മാറട്ടെ, വരുമാനമില്ലായ്മ മാറട്ടെ, വിശാലത വെളിപ്പെടട്ടെ. വർഷങ്ങളായുള്ള ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് അറുതി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ആമേൻ, ആമേൻ. ഭർത്താവ് മടങ്ങി വരട്ടെ, ഭാര്യ മടങ്ങി വരട്ടെ, കുടുംബം ചിതറിപ്പോയ അവസ്ഥ മക്കൾ മടങ്ങി വരട്ടെ, മക്കളുമായി ബന്ധമില്ലാതെ, മാതാപിതാക്കളുമായി ബന്ധമില്ലാത്ത മക്കൾ മടങ്ങി വരട്ടെ, കുടുംബവുമായി ബന്ധമില്ലാത്ത അപ്പൻ മടങ്ങി വരട്ടെ. യേശുവിൻ നാമത്തിൽ ആശുപത്രിയിലായിരിക്കുന്ന മക്കൾ, പ്രിയപ്പെട്ടവർ മടങ്ങി വരട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. താങ്ക് യു ലോർഡ്. എല്ലാ കടഭാരവും മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ കഴിയാത്ത വിധത്തിൽ ബാധിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും അഴിഞ്ഞു മാറട്ടെ. എല്ലാ കടഭാരങ്ങളും മാറട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ കഴിയും വിധത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ. അമേൻ, അമേൻ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മയെ തടഞ്ഞു വയ്ക്കുന്ന വെല്ലുവിളികൾ അഴിയട്ടെ. ഇതിവരുടെ അത്ഭുതത്തിൻ്റെ പകൽക്കാലമായി തീരട്ടെ. സ്തോത്രം. എല്ലാ വെല്ലുവിളികളും, ശത്രു ഉയർത്തുന്ന വെല്ലുവിളികളെ ജയിക്കുവാൻ ഇവർക്ക് കൃപ നൽകിയാട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകളിൽ റിസൾട്ട് ഉണ്ടാകട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയ ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. വിസാ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ എല്ലാ കച്ചവടങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും
ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.